റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. ഇംഗ്ലണ്ടിലെ താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ സ്കൂൾ യൂണിഫോമുകൾക്ക് പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്നവരാണ്. ഇത്തരം കുടുംബങ്ങളെ സർക്കാർ തലത്തിൽ സഹായിക്കണമെന്ന ആവശ്യം ഇപ്പോൾ ശക്തമാവുകയാണ്. UK ഏറ്റവും വലിയ ഡെപ്റ്റ് അഡ്വൈസ് ചാരിറ്റി ആയിട്ടുള്ള മണി വെൽനസ് ആണ് ഈ ഒരു വിഷയം ചർച്ചയാക്കിയിരിക്കുന്നത്. സ്കൂൾ യൂണിഫോമിന്റെ വിലയിൽ ബുദ്ധിമുട്ടുന്ന ഇംഗ്ലണ്ടിലെ താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങൾക്ക് ഗ്രാന്റുകൾ നൽകണമെന്ന ആവശ്യമാണ് ഉയർന്നു വരുന്നത്. സ്കോട്ട്ലൻഡ്, വെയിൽസ്, വടക്കൻ അയർലൻഡ് എന്നിവിടങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും ബാക്ക് ടു സ്കൂൾ വസ്ത്രങ്ങൾക്കായി ഒരു കുട്ടിക്ക് 93 പൗണ്ട് മുതൽ 200 പൗണ്ട് വരെ ക്ലെയിം ചെയ്യുവാൻ കഴിയും. എന്നാൽ ഇംഗ്ലണ്ടിലെ കൗൺസിലുകളിൽ 5 മാത്രമേ എന്തെങ്കിലും സാമ്പത്തിക പിന്തുണ നൽകുന്നുള്ളൂ എന്ന് മണി വെൽനസ് കണ്ടെത്തി. ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്കൂൾ വസ്ത്ര ഗ്രാന്റ് അവതരിപ്പിക്കുവാൻ അവർ UK സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഈ സാഹചര്യത്തിലാണ് യൂണിഫോമിനുള്ള പണം കൗൺസിലുകൾ നിർബന്ധമായും നൽകണമെന്ന ആവശ്യം ശക്തമാകുന്നത്. സ്കൂളുകൾക്ക് നിർബന്ധിക്കാവുന്ന ബ്രാൻഡഡ് ഇനങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നതിനായി നിയമം മാറ്റുകയാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞു. ഇത് ചില കുടുംബങ്ങൾക്ക് ബാക്ക് ടു സ്കൂൾ ഷോപ്പിൽ 50 പൗണ്ട് കൂടുതൽ ലഭിക്കുവാൻ സഹായിക്കുന്നു. എന്നിരുന്നാലും DTE കണക്കുകൾ പ്രകാരം പ്രൈമറി സ്കൂൾ കുട്ടികൾക്ക് ഒരു സ്കൂൾ യൂണിഫോമിന്റെ ശരാശരി വില 340 പൗണ്ടിൽ കൂടുതലും സെക്കൻഡറി വിദ്യാഭ്യാസമുള്ളവർക്ക് ഏകദേശം 454 പൗണ്ടുമാണ്. ഇത് താഴ്ന്ന വരുമാനമുള്ള പല കുടുംബങ്ങൾക്കും ശരിയായ പിന്തുണയില്ലാതെ യൂണിഫോമുകൾ താങ്ങാനാവുന്നില്ല എന്നുള്ളതാണ് കണക്കാക്കുന്നത്. അയർലൻഡിൽ വംശീയതയും സുരക്ഷാ പ്രശ്നങ്ങളും രൂക്ഷമാവുകയാണെന്ന് ഇന്ത്യൻ വംശജൻ. മികച്ച ജീവിത നിലവാരത്തിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ അയർലൻഡിനെ പ്രശംസിച്ച എനിക്കിപ്പോൾ മാറ്റി പറയേണ്ടി വന്നു. വംശീയതയും സുരക്ഷാ പ്രശ്നങ്ങളും ഇന്ന് ആശങ്കയുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ അയർലൻഡിൽ സംഭവിക്കുന്നതെന്ന് ദക്ഷ് എന്നയാൾ സമൂഹ മാധ്യമമായിട്ടുള്ള എക്സിൽ കുറിച്ചു. ഇവിടെ എത്തിയപ്പോൾ ഇത് അത്ഭുതകരമായിട്ടുള്ള ഒരു രാജ്യമാണെന്ന് എപ്പോഴും എനിക്ക് തോന്നുമായിരുന്നു. അങ്ങനെയാണ് കരുതിയത്. എന്നിപ്പോൾ വിശ്വസിക്കാനാവാത്ത കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അയർലൻഡ് സുരക്ഷിതമല്ല. വീട്ടിലേക്ക് മടങ്ങാൻ കാത്തിരിക്കാനാവില്ല. 3 വർഷം മുൻപ് ഇവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ നാട്ടുകാരുമായി അടുത്തു. സുഹൃത്തുക്കൾ ഉണ്ടാകുകയും ചെയ്തു. പക്ഷേ ഈ സ്ഥലം ഇപ്പോൾ നായ്ക്കളുടെ കൈകളിലേക്ക് എത്തിച്ചിരിക്കുകയാണെന്ന് ദക്ഷ് പോസ്റ്റിലൂടെ പ്രതികരിച്ചു. അയർലൻഡിലേക്ക് എത്തുവാൻ മുൻപ് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. എന്നാൽ സമീപകാല സംഭവങ്ങൾ ഈ ധാരണ മാറ്റിമറിച്ചു. ഇവിടെ വന്ന് ജീവിക്കുവാൻ ഞാൻ നേരത്തെ ആളുകളോട് പറയുമായിരുന്നു. ജീവിത നിലവാരം അതിശയകരമാണ്, ആളുകൾ സാധാരണയായി ഏറ്റവും ദയുള്ളവരാണ് എന്നൊക്കെ പറയുമായിരുന്നു. കാരണം അയർലൻഡിന് പകരം ജർമ്മനി, UK, US തുടങ്ങിയ രാജ്യങ്ങൾ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. വംശവാദികൾ ഇപ്പോഴും ഒരു ന്യൂനപക്ഷമായിരിക്കാം, പക്ഷേ ഇപ്പോൾ അവരും അപകടകാരികളാണെന്നും ദക്ഷ് പറഞ്ഞു. അടുത്ത ബജറ്റിൽ കൂടുതൽ നികുതി വർധനവുകൾ വരുമെന്ന പ്രഖ്യാപനവും ജനങ്ങൾക്ക് ഭീതി പകരുന്നതാണ്. കഴിഞ്ഞ ബജറ്റോടെ ചാൻസലർ റേച്ചൽ റീവ്സ് UK സമ്പദ് വ്യവസ്ഥയ്ക്കുള്ള ഷോക്ക് നൽകിയിരുന്നു. അതിന്റെ ആഘാതം ഇപ്പോഴും തുടരുകയാണ്. വിലക്കയറ്റം രൂക്ഷമായ സാഹചര്യത്തിൽ ചെലവുകളേറുകയും നികുതിയുടെ രൂപത്തിൽ പല ഭാഗത്തു നിന്നും ബില്ലുകൾ വർദ്ധിക്കുകയും ചെയ്തത് ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണ്. ഇതിനിടെയാണ് നികുതി പരിധികൾ മരവിപ്പിച്ചു നിർത്തി ജനങ്ങളെ കൂടുതൽ പിഴിയാനാണ് ചാൻസലർ തയ്യാറാകുന്നതെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ജനങ്ങളുടെ സേവിങ്സിൽ കൈയിട്ട് വരുവാനും കൂടുതൽ ജോലിക്കാരെ ഉയർന്ന ബാൻഡുകളിലേക്ക് എത്തിച്ച് നികുതി വാങ്ങുവാനുമാണ് ചാൻസലറുടെ നീക്കം. നികുതി പരിധി മരവിപ്പിക്കുന്നതിലൂടെ ജീവിത ചെലവ് പ്രതിസന്ധിയിൽ ആശ്വാസമായി ലഭിക്കുന്ന ശമ്പള വർധന ഇവരെ യഥാർത്ഥത്തിൽ ഉയർന്ന നികുതി ബാൻഡിലെത്തിക്കുകയും ഈ പണം പോകുകയും ചെയ്യുന്നുവെന്നതാണ് അവസ്ഥ. ഇനി നാട്ടിലെ വാർത്തകൾ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടും നരേന്ദ്രമോദി മൗനം പാലിക്കുകയാണെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. വ്യാപാര തീരുവ വിഷയത്തിൽ മോദി മൗനം പാലിക്കുന്നതിന് കാരണം അദാനി ഗ്രൂപ്പിനെതിരായ US അന്വേഷണമാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ട്രംപിന്റെ ആവർത്തിച്ചുള്ള ഭീഷണികൾക്കിടയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അദ്ദേഹത്തെ നേരിടുവാൻ കഴിയാത്തതിന്റെ കാരണം അദാനിക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന US അന്വേഷണമാണ്. രാഹുൽ ഗാന്ധി എക്സിൽ ഇങ്ങനെയാണ് കുറിച്ചത്. താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിന് ശ്വേത മേനോനെതിരെ അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചെന്ന കേസ്. മാർട്ടിൻ മോനാച്ചേരി എന്നയാൾ നൽകിയ പരാതിയിൽ എറണാകുളം CJM കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് സെൻട്രൽ പോലീസ് കേസെടുത്തത്. IT നിയമത്തിലെ 67 ആർട്ടിക്കിൾ A വകുപ്പ് പ്രകാരവും അനാശാസ്യ പ്രവർത്തന നിരോധന നിയമപ്രകാരവുമാണ് കേസ്. അശ്ലീല രംഗങ്ങൾ സമൂഹമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പരാതിയിലുള്ളത്. അമ്മയുടെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് ഈ മാസം 15 നടക്കാനിരിക്കെ ഉയർന്നുവരുന്ന ഒട്ടേറെ വിഷയങ്ങളിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ശ്വേതയ്ക്കെതിരെയുള്ള കേസ്. നടൻ ജഗദീഷ് പിന്മാറിയതോടെ ശ്വേത മേനോൻ സംഘടനയുടെ പ്രസിഡന്റാകുവാൻ സാധ്യത വർദ്ധിച്ച സാഹചര്യത്തിലാണ് കേസെന്നതും പ്രധാനമാണ്. ശ്വേതയും നടൻ ദേവനുമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. മത്സരം ഒരുക്കുന്നതിനിടെയാണ് മുൻപ് അഭിനയിച്ച സിനിമകളുടെ രംഗങ്ങളുടെ പേരിൽ ശ്വേതയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇത്തരമൊരു ആരോപണത്തിന് അടിസ്ഥാനമായി പറയുന്നത് കാമസൂത്ര പരസ്യം, പാലേരി മാണിക്യം, രതി നിർവേദം, കളിമണ്ണ് തുടങ്ങിയ സിനിമകൾ എന്നിവയിൽ ശ്വേത മേനോൻ ഇന്റിമേറ്റായി അഭിനയിച്ചിട്ടുണ്ടെന്നും ഇതിലെ രംഗങ്ങൾ സമൂഹമാധ്യമങ്ങൾ, അശ്ലീല വെബ്സൈറ്റുകളിലുമൊക്കെ പ്രചരിക്കുന്നു എന്നതുമാണ് ആരോപണങ്ങൾ.
കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവും മുൻ MLAയുമായിട്ടുള്ള R. രാജേഷിനെതിരായ ക്രിമിനൽ കോടതിയലക്ഷ്യ കേസ് ഹൈക്കോടതി റദ്ദാക്കി. ഹൈക്കോടതി ജഡ്ജിമാർക്കെതിരായ ഫേസ്ബുക്ക് പരാമർശത്തിന്റെ പേരിലായിരുന്നു രാജേഷിനെതിരെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സ്വമേധയാ കോടതിയലക്ഷ്യ കേസെടുത്തത്. എന്നാൽ സിംഗിൾ ബെഞ്ച് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ജസ്റ്റിസുമാരായിട്ടുള്ള രാജ വിജയരാഘവൻ, KV വിജയകുമാർ എന്നിവരുടെ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. കേസെടുക്കുന്നതിൽ സിംഗിൾ ബെഞ്ച് ചട്ടങ്ങൾ പാലിച്ചില്ലെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ഇനി കായിക വാർത്തകൾ. പോർച്ചുഗൽ ഫുട്ബോളിലെ ഇതിഹാസ താരം ഹോർഗെ കോസ്റ്റ അന്തരിച്ചു. പോർച്ചുഗൽ ക്ലബ് ഫോട്ടോ FC-യുടെ ഫുട്ബോൾ ഡയറക്ടറായിട്ടുള്ള ക്ലോസ്റ്റ ക്ലബിന്റെ ട്രെയിനിംഗ് സെന്ററിൽ വെച്ച് ഹൃദയാഘാതത്തെ തുടർന്നാണ് മരിച്ചതെന്ന് ക്ലബ് അധികൃതർ അറിയിച്ചു. 2004 പോർട്ടോ യുവേഫ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായപ്പോൾ കോസ്റ്റയായിരുന്നു ടീം ക്യാപ്റ്റൻ. 2018-2020 സീസണിൽ ISL ക്ലബ് മുംബൈ സിറ്റിയുടെ പരിശീലകനായിരുന്നു. പ്രതിരോധ താരമായിരുന്ന കോസ്റ്റ പോർച്ചുഗലിനായി 50 മത്സരങ്ങളും പോർട്ടയ്ക്കായി 383 മത്സരങ്ങളും ബൂട്ടുകിട്ടി. അദ്ദേഹത്തിന് റേഡിയോ ലൈമിന്റെ ആദരാഞ്ജലികൾ. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 116.87 രൂപ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ബുള്ളറ്റിൽ കേൾക്കാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.